ഏവർക്കും സ്വാഗതം. വണക്കം. ഞായറാഴ്ച തോറുമുള്ള സാലഡ് ഫോർ സൺഡേ എന്ന ഈ പങ്ക്തിയിലേക്ക്, സീരീസിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ പങ്ക്തിയിൽ താല്പര്യത്തോടെ വളരെ ശ്രദ്ധയോടെ പങ്കെടുക്കുന്ന അനേകരുണ്ട് എന്നത് എനിക്ക് അനൽപമായ പ്രചോദനവും പ്രത്യാശയും നൽകുന്നു എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രമായി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഞാൻ ഒന്ന് വായിക്കട്ടെ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. And ഇംഗ്ലീഷിൽ ബ്ലെസ്സഡ് ഈസ് ഹി ഹൂ ഈസ് നോട്ട് ഒഫൻഡഡ് അറ്റ് മീ. യേശുവിങ്കിൽ ഇടറിപ്പോകുന്ന സാധ്യതയുണ്ട്. യു ക്യാൻ ഈസിലി ബി ഒഫൻഡഡ് വിത്ത് ജീസസ് ഓർ അറ്റ് ജീസസ്. ഇതൊരു സാധ്യതയാണ്. ക്രിസ്ത്യാനി അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശുവാണെന്ന് പറയുകയും യേശുവിൽ ഇടറിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ മധ്യത്തിലുണ്ടോ എന്നത് ചിന്തിക്കുക അത്യാവശ്യമാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. ഈ പശ്ചാത്തലം ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ ഏതാനും വാചകങ്ങൾ കൂടെ അതിന് മുൻപായി ഉള്ളത് വായിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് അവൻ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ചെയ്തത് മനുഷ്യർക്ക് പ്രയോജനവും അനുഗ്രഹവും ആശ്വാസവും വിടുതലും പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ്, പ്രവൃത്തികളാണ്. എങ്കിലും മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യം കൊണ്ട്, പരിമിതികൾ കൊണ്ട്, അതിലടങ്ങിയിരിക്കുന്ന പ്രത്യേകതകൾ കൊണ്ട് മനുഷ്യൻ അവൻ ചെയ്യുന്ന സൽപ്രവൃത്തികൾ മൂലം അവനിൽ നിന്ന് ഇടറിപ്പോകും. പീപ്പിൾ വിൽ ബി ഒഫൻഡഡ് അറ്റ് ഹിം എന്ന് യേശു വളരെ കൃത്യമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ ഒരു ഭാഗത്തെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? യേശു ചെയ്തത് സമാനതയില്ലാത്ത സൽപ്രവൃത്തികളായിരുന്നു എങ്കിലും അനേകം പേർ അവൻ നന്മ ചെയ്തത് കൊണ്ട് തന്നെ, മനുഷ്യർക്ക് വിടുതലും ആശ്വാസവും പ്രത്യാശയും പുതിയ ജീവിതവും നൽകിയത് കൊണ്ട് തന്നെ അവനെ ഒരു ശത്രുവായി കണ്ടു എന്നത് സുവിശേഷങ്ങളോട് വിദൂര ബന്ധമുള്ള ഏവരും പെട്ടെന്ന് തിരിച്ചറിയുന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന, നാം ഒരു കാലത്തും അവഗണിച്ചുകൂടാത്ത ഒരു മർമ്മമാണ്. അതെന്താണ്? മതപരമായി നാം പരിശീലിപ്പിക്കപ്പെടുമ്പോൾ നാം അറിഞ്ഞതിൽ നിന്നും അനുഭവിച്ചതിൽ നിന്നും അല്പം വ്യത്യസ്തമായ എന്തെങ്കിലും നാം കണ്ടുമുട്ടിയാൽ നാം പെട്ടെന്ന് ഞെട്ടിപ്പോവുകയും അതിനോട് ശത്രുത അനുഭവപ്പെടുകയും ചെയ്യും. A religious conditioning destroys our capacity to relate to that which is different. ഇത് വളരെ നാം ശ്രദ്ധിക്കേണ്ട. നാം നമ്മെ കരുതുന്നുവെങ്കിൽ, യേശുവിൻ്റെ വെളിച്ചത്തിൽ നാം നമ്മെ തന്നെ കാണുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, യേശു മനുഷ്യജാതിയെ സംബന്ധിച്ച് വെച്ചുപുലർത്തിയ ദർശനങ്ങളും പ്രത്യാശകളും ഒരു തോതിലെങ്കിലും സഫലീകരിക്കണമെന്ന് നമുക്ക് താല്പര്യമുണ്ടായെങ്കിൽ
നാം വളരെ ജാഗരൂകരായി എപ്പോഴും നമ്മെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, മതമേഖലകളിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകം, ഒരു ശക്തി, ഒരു നശീകരണ ശക്തി അല്ല, പൈശാചികമായ ഘടകം. ഇതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പരിചിതമായതിൽ നിന്ന്, കഴിഞ്ഞ കാലങ്ങളെ ആസ്പദമാക്കി മാത്രം നാം മനസ്സിലാക്കിയിരുന്ന, അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിരിക്കുന്ന സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഉണ്ടായാൽ ആ വ്യത്യാസം നല്ലതാണോ തീയതാണോ എന്ന് പരിഗണിക്കാൻ പോലും കൂട്ടാക്കാതെ വ്യത്യാസത്തെ ശത്രുതയായി കാണുന്ന ഒരു അർത്ഥശൂന്യമായ അല്പത്തരത്തിൻ്റെയും വളർച്ച രാഹിത്യത്തിൻ്റെയും പ്രതികരണ രീതി എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. നാം മതപരമായ അവസ്ഥകളെ കൂടുതൽ എരിവോടുകൂടെ വിലമതിക്കുമ്പോൾ ഈ പ്രശ്നം കൂടുതൽ മൂർച്ച പ്രാപിച്ചു വരും എന്നത് യേശുവിൻ്റെ അനുഭവത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടതാണ്. നന്മ മാത്രം ചെയ്ത് യേശുവിനെ കൊന്നേ അടങ്ങൂ എന്ന് യഹൂദ മത സംരക്ഷകർ ചിന്തിക്കാൻ കാര്യം, അവർ മോശപ്പെട്ട ആളുകളായിട്ടായിരുന്നില്ല, അവരുടെ മതതീക്ഷ്ണത കൊണ്ട് മാത്രമാണ്. അവർ നമ്മേക്കാൾ നല്ല മനുഷ്യരായിരുന്നുവെങ്കിലും മതതീക്ഷ്ണത കൊണ്ട് ഇപ്രകാരമുള്ള ഒരു കടുങ്കൈ ചെയ്തേ അടങ്ങൂ എന്ന് അവർ നിർബന്ധം പിടിക്കാൻ കാര്യം എന്താണ് നാം മനസ്സിലാക്കുക. അപ്പോൾ അല്പമൊന്ന് നിലവിലിരിക്കുന്ന ആ താരിപ്പുകളിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന്, രീതികളിൽ നിന്ന് അല്പമൊന്ന് വ്യത്യാസപ്പെടുക എന്നത് മതത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ പൊറുക്കാനാവാത്ത അപരാധമാണ്. കാരണം മതത്തിൻ്റെ ഏറ്റവും വലിയ ഊന്നൽ എന്താണ്? എല്ലാവരും ഒരേ കാര്യം ഒരുപോലെ, ഒരേ വിധത്തിൽ, ഒരേ സമയത്ത്, ഒരേ സ്ഥലത്ത് ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. വരച്ച വരയിൽ നിന്ന് അല്പം ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് മാറിയാൽ അവൻ അപകടകാരിയാണ്. ഇത് നാം ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വളരെ വ്യക്തമായും ശക്തമായും അനുഭവിച്ചു വരികയാണ്. രാഷ്ട്രീയ മേഖലയിൽ ഹിന്ദുത്വ പറയുന്നത് ഇത് തന്നെയാണ്. ഈ രാജ്യത്തെ ഒരേ ഒരു സംസ്കാരം, ഒരേ ഒരു രീതി, ഒരേ ഒരു ഭാഷ, ഒരേ ഒരു നികുതി, ഒരേ ഒരു പാർട്ടിയുടെ ഭരണം, ഒരേ ഒരു മതത്തിൻ്റെ ആധിപത്യം, ഒരേ ഭക്ഷണ രീതി, ഒരേ വസ്ത്രരീതി, ഇതാണ് ഇന്ന് ഭാരത ജനാധിപത്യത്തെ തകിടം മറിക്കുവാൻ പര്യാപ്തമായ ഒരു വലിയ അപകടം. ഇത് തന്നെയാണ് മതത്തിലും പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ പലർക്കും അത് പ്രതിഷേധാർഹമായ പ്രസ്താവനയാണ് തോന്നുമെങ്കിലും നിങ്ങൾ സത്യസന്ധമായി ചിന്തിക്കാനുള്ള ധൈര്യം കാണിച്ചാൽ ഈ രോഗം മതത്തിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് സംക്രമിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ പരിഗണിക്കുന്ന വിഷയം എത്രമാത്രം അപകടമേറിയതാണെന്നും അതുകൊണ്ട് തന്നെ ശ്രദ്ധ അർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യേശുവിൽ ഇടർച്ച അനുഭവിച്ച ഒരനുഭവം, അതിനെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്തുകൊണ്ടാണ് യേശു ജീവിച്ച് പ്രവർത്തിച്ച കാലഘട്ടത്തിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല ആളുകൾക്ക്, ദൈവഭക്തരായ ആളുകൾക്ക്, ദൈവത്തിൻ്റെ പ്രതിനിധികളെന്ന് സ്വയം ചരിച്ചിരുന്ന ആളുകൾക്ക്, നന്മയുടെ പ്രവർത്തന പങ്കാളികൾ എന്ന് സ്വയം ചരിച്ചിരുന്ന ആളുകൾക്ക് യേശുവിനോട് ഇത്രമാത്രം കടുത്ത കോപവും വൈരാഗ്യവും അലർജിയും തോന്നുവാൻ കാരണം എന്താണ്, അതിൻ്റെ മർമ്മം എന്താണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതല്ലേ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ, അവൻ്റെ സമീപനത്തിൽ, അവൻ്റെ പ്രവർത്തന രീതിയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന രീതികളുമായി കാര്യമായ ഗണ്യമായ വ്യത്യാസമുണ്ടായിരുന്നു. ആ വ്യത്യാസങ്ങൾ ചിലതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്പം സുതാര്യത പ്രാപിക്കുന്നതിനുണ്ട് പരിഗണിക്കാം. ഒന്ന്, യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ, അവൻ്റെ കാഴ്ചപ്പാടിൽ സ്ഥിതി ചെയ്തിരുന്ന ഇന്നും ക്രിസ്ത്യാനികൾക്ക് ദഹിക്കാത്ത ഒരു കാര്യം കൊണ്ട് ഞാൻ ആരംഭിക്കാം. അവിശ്വാസമാണ്
വിശ്വാസത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത അടിത്തറ എന്ന് ഞാൻ പഠിച്ചത് യേശുവിൽ നിന്നാണ്. ഇത് മനസ്സിലാക്കാൻ തലച്ചോറ് പോകേണ്ട കാര്യമൊന്നുമെങ്കിൽ ഇല്ല എങ്കിലും മനസ്സിലാക്കാനുള്ള ഭയം കൊണ്ട് മനസ്സിലാക്കാതിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ. വളരെ ലളിതമല്ലേ? യഹൂദൻ പറയുന്നത് മുഴുവനും അപ്രകാരം യേശു വിശ്വസിച്ചിരുന്നുവെങ്കിൽ യേശു എന്ന വ്യക്തിത്വം പോലും ഉണ്ടാകുകയില്ല. ക്രിസ്തുമതം ഉണ്ടാകുന്ന കാര്യം പോട്ടെ, യഹൂദൻ വളരെ പ്രാധാന്യം കൽപ്പിച്ച് നിലനിർത്തുകയും മാറ്റമില്ലാതെ ആചരിച്ചു കൊണ്ടേയിരിക്കുകയും എക്കാലത്തും അതുപോലെ തന്നെ ആചരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച, കട്ടായം പിടിച്ച പല കാര്യങ്ങളെയും, ആചാരങ്ങളെയും, സങ്കല്പങ്ങളെയും, രീതികളെയും ക്രിസ്തു അവിശ്വസിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് വിശ്വാസികളായി ജീവിക്കുവാൻ സാധ്യതയുള്ളത്. നാം അങ്ങനെ ജീവിക്കുന്നു ഇല്ലയോ എന്ന് മറ്റൊരു കാര്യം. അതുകൊണ്ട് യേശുവിൻ്റെ അവിശ്വാസത്തിലാണ് ക്രിസ്തീയ വിശ്വാസം സ്ഥാപിതമായിരിക്കുന്നത് എന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒന്ന് മിണ്ടാൻ പോലും ധൈര്യമില്ലാതെ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ യഹൂദൻ വിശ്വസിച്ചിരുന്നു യഹൂദൻ്റെ ദൈവം ആ മലയിലാണ്, യഹൂദൻ്റെ മലയിലാണ്, സിയോൻ മലയിലാണ്. യേശു പറഞ്ഞു ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല. അപ്പോൾ യേശു യഹൂദൻ്റെ സങ്കല്പത്തെ വിശ്വസിച്ചോ അവിശ്വസിച്ചോ? യഹൂദൻ പറഞ്ഞു പുറജാതികളിൽ യാതൊരു ആത്മീയമായ നന്മയുമില്ല. യേശു കനാന്യസ്ത്രീയെ പറ്റി പറഞ്ഞു യഹൂദന്മാരുടെ ഇടയിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. യേശു വിശ്വസിച്ചോ ഇല്ലയോ? യഹൂദന്മാർ പറഞ്ഞു ദൈവം വലിയ വീരയോദ്ധാവാണ്. യേശു പറഞ്ഞു ദൈവം സ്നേഹിക്കുന്ന കൃപാലുവായ പിതാവാണ്. യേശു അവിശ്വസിച്ചോ ഇല്ലയോ? അങ്ങനെ മറ്റും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായ പ്രമാണങ്ങൾ യേശുവിൻ്റെ അർത്ഥവത്തായ അവിശ്വാസങ്ങളുടെ രത്നച്ചുരുക്കമാണ് എന്ന് നിങ്ങൾ അല്പം ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ കൂടുതലായി അത് വിശദീകരിക്കുന്നില്ല. സോ അൺബിലീഫ് ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ബിലീഫ്. കേൾക്കുന്നതൊക്കെ എല്ലാം വിശ്വസിച്ചാൽ അത് വിശ്വാസമാകുകയില്ല. അതിൻ്റെ പേര് വിശ്വാസമെന്നല്ല, അന്ധവിശ്വാസം, ബ്ലൈൻഡ് ഫെയ്ത്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ? അതിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് അടുത്ത ചിന്തയിലേക്ക് മുന്നേറുകയാണ്. രണ്ടാമതായി യേശുവിൽ കൂടെ നാം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ യേശുവിൽ കൂടെ നാം കാണുന്നത് ഭവനരാഹിത്യമാണ് വിശാലമായ ഒരു ഭവനത്തിൻ്റെ അംഗത്വം പ്രാപിക്കാനുള്ള യോഗ്യത ഉണ്ടാകുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹോംലെസ്നെസ് ഈസ് ദ ബേസിസ് ഫോർ ഡെവലപ്പിംഗ് എ വൈഡർ ആൻഡ് ലാർജർ സെൻസ്, എ യൂണിവേഴ്സൽ സെൻസ് ഓഫ് ബിലോങ്ങിങ്. യേശു എന്ത് പറഞ്ഞു? മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല. ആ മനുഷ്യപുത്രനാണ്, തലചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യപുത്രനാണ് ലോകത്തിൻ്റെ വെളിച്ചമാകുന്നത്. നാം സാധാരണ കരുതുന്ന പോലെ ഒരു വീട്ടിലൊക്കെ ഒതുങ്ങി താമസിച്ചു, പരമ്പരാഗതമായി നമുക്ക് ലഭിച്ച അറിവുകളുടെ അനുസരിച്ച് ചില കടമകൾ നിർവഹിച്ചു, അങ്ങനെ നമ്മളിവിടുന്ന് കടന്നുപോയി. അങ്ങനെയുള്ള ജീവിതത്തിൽ ഒരു വ്യക്തിയും ലോകത്തിൻ്റെ വെളിച്ചമായി വളരുവാൻ സാധ്യമല്ല. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകണമെന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ ഒരു ഭവനരാഹിത്യത്തിലേക്ക് അവർക്കും പ്രവേശിക്കുവാൻ കടമയുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ സ്നേഹിക്കുന്നവൻ എനിക്ക് ദൈവരാജ്യത്തിന് വളരാത്തവനാണെന്ന് പറയുമ്പോൾ അർത്ഥം ഇതാണ്. അപ്പനെയും അമ്മയും വെറുക്കുന്നത് അതിൽ തന്നെ, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന അതിൽ തന്നെ ഒരു മഹിമയുള്ള കാര്യമല്ല. അത് തികച്ചും ചെയ്യരുതാത്ത കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനപ്പുറമായി അപ്പനും അമ്മയും അറിഞ്ഞതിൽ നിന്ന്, കാട്ടിത്തന്നതിൽ നിന്ന് അപ്പുറത്തുള്ള വിശാലമായ സാധ്യതകളിലേക്ക് നമുക്ക് മുന്നേറുവാനും വളരുവാനും സാധിക്കണമെങ്കിൽ
അവർ വരച്ച വരകളെ അതിജീവിക്കണമെന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ സ്വന്തം ഭവനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ദൈവം വെളിപ്പെടുത്തി തരുന്ന വിശാലമായ ഭവനത്തിൻ്റെ അംഗത്വം, ലോകമേ തറവാട്, ഉലകമേ തറവാട് എന്ന ഹിന്ദുമത ദർശനവും ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് പറയുമ്പോൾ പല ക്രിസ്ത്യാനികൾക്കും ഉടനെ ശ്വാസം മുട്ടും. അപ്പോൾ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അപ്രകാരം വിശാലമായ ഒരു അംഗത്വത്തിൻ്റെ ആവശ്യത്തെ പറ്റി ബോധ്യമുണ്ടോ, അതിന് താല്പര്യമുണ്ടോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഞെട്ടൽ വരുമോ, നമ്മൾ പേടിച്ചു വരണ്ട് ഓടിപ്പോകുമോ? ദയവായി ചിന്തിക്കുക. മൂന്നാമതായി ഞാൻ യേശുവിൽ കാണുന്നത്, അന്യന് മാത്രമേ നമ്മുടെ കണ്ണു തുറക്കാൻ സാധിക്കുകയുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു അന്യനെ പോലെ വന്നു. അത് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അവൻ സ്വന്തം ഭവനത്തിൽ വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, സ്വന്തമായവർ നോക്കിയപ്പോൾ അവൻ അന്യരായിരുന്നു. പക്ഷെ അന്യന് മാത്രമേ സ്വന്തം ഭവനത്തിൽ ഒരു പുതിയ ദർശനം രൂപീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ, അതിന് ജീവൻ നൽകുവാൻ സാധ്യമാകുകയുള്ളൂ എന്നത് മനുഷ്യ ജീവിത അവസ്ഥകളുടെയും ചരിത്രത്തിൻ്റെയും വിരോധാഭാസമാണ്. അത് മനസ്സിലാക്കാനുള്ള ധൈര്യം, അത് അംഗീകരിക്കാനുള്ള ധൈര്യം വിശ്വാസികൾ കാണിക്കണം എന്ന തരുണത്തിൽ ഞാൻ ഒന്ന് അഭ്യർത്ഥിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പറഞ്ഞു, ഐ വാസ് എ സ്ട്രേഞ്ചർ ഇൻ യുവർ മിഡ്സ്റ്റ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ചെമ്മരിയാടിൻ്റെയും കോലാടുകളുടെയും ഉപമയിൽ ഞാൻ അന്യനായിരുന്നു നിങ്ങളെന്നെ ചേർത്തുകൊണ്ട്. ഇന്ന് ക്രിസ്തീയ സഭകളുടെ ഏറ്റവും വലിയ പരിമിതി, അതിന് പൈശാചികമായ സ്വഭാവം പകരുന്ന മർമ്മം, അന്യരെ കൈക്കൊള്ളുവാൻ തങ്ങളിൽ നിന്ന് അല്പമെങ്കിലും വ്യത്യാസം കാണിക്കുന്ന, ഏതെങ്കിലും വിധത്തിൽ വ്യത്യാസം കാണിക്കുന്ന, തങ്ങൾ പറയുന്ന കാര്യങ്ങൾ തത്ത പോലെ ഉരുവിടുവാൻ മടിക്കുന്ന, അതിൽ നിന്ന് ഒരക്ഷരം കൂട്ടിപ്പറയുകയോ കുറച്ചു പറയുകയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വേരോടെ പിഴുത് വെളിയിലോട്ട് എറിഞ്ഞു കളയണം എന്ന നമ്മുടെ ധാരണ. അത് തികച്ചും പൈശാചികമാണെന്ന് ഞാനല്ല പറയുന്നത്, യേശുവാണ്. നിങ്ങൾ സ്വർഗരാജ്യത്തിന് അർഹതയുള്ളവരായിരിക്കില്ല എന്ന് യേശു പറയുന്നു. അപ്പോൾ നമുക്ക് അന്യരാകാൻ താല്പര്യമില്ല. നമുക്കെന്താണ്? എല്ലാവരും നമ്മളെ കൈക്കൊള്ളണം. സ്വന്തം ഭവനത്തിന് നന്മ വരണമെങ്കിൽ ഭവനത്തിലെ അന്യരായിത്തീരണം. അതൊരു മർമ്മമാണ്. അത് വേണ്ടതുപോലെ വെളിപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, യു ഹാവ് ടു ബി എ സ്ട്രേഞ്ചർ വിത്തിൻ യുവർ ഓൺ ഹോം ടു ഡു സം ഗുഡ് ടു ദ ഹോം. നിങ്ങളുടെ ഭവനത്തിനൊരു പുതിയ ദർശനം, ഒരു പുതിയ ഉന്മേഷം, പുതിയ ആവേശം, ഒരു പുതിയ സാധ്യത രൂപീകരിക്കണം. നിങ്ങൾ മുഖാന്തരം ഉടലെടുക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തതയുള്ള വ്യക്തിയായിരിക്കണം. എന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എല്ലാവരെയും പോലെ ആകണമെന്ന് താല്പര്യപ്പെടുന്നത് എന്തിനാണ്? അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് നേട്ടം? നിങ്ങൾക്ക് എന്ത് സംഭാവനയാണ് ചെയ്യാൻ സാധിക്കുന്നത്? രോഗിയിൽ നിന്ന് വൈദ്യൻ വ്യത്യസ്തനല്ലെങ്കിൽ രോഗിക്ക് വൈദ്യനെ കൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ യേശു ആരായിരുന്നു? ഹി വാസ് എ സ്ട്രേഞ്ചർ വിതിൻ ഹിസ് ഓൺ ഹോം. സ്വന്തം ഭവനത്തിൽ അവൻ അന്യനായിരുന്നു. അതാണ് ഒരു അടിസ്ഥാനപരമായ കടമ. ക്രിസ്ത്യാനിയാണോ അവൻ അങ്ങനെ എപ്പോഴും ആയിരിക്കണം എന്നത് എത്ര പറഞ്ഞാലും ക്രിസ്ത്യാനിക്ക് മനസ്സിലാകത്തില്ല. സങ്കടമാണ്. ഞാൻ എൻ്റെ ജീവിത സായാഹ്നത്തിൽ നമുക്ക് പരിചയമുള്ള ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാല് കുഴിയിൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ മണ്ടത്തരം, ഏറ്റവും വലിയ പരാജയം, ഏറ്റവും വലിയ ഭ്രാന്ത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഞാൻ മൂന്നാമതായി യേശുവിൽ കൂടെ മനസ്സിലാക്കുക. നാലാമതായി യേശുവിൽ മനസ്സിലാക്കിയ കാര്യം, അസ്വസ്ഥതയാണ് ആശ്വാസത്തിൻ്റെ അടിത്തറ. അസ്വസ്ഥതയാണ് ആശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് മനസ്സിലാക്കാൻ നല്ല ഉദാഹരണം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ടല്ലോ. ബെത്സൈദ കുളത്തിൽ ദൂതൻ വന്ന് അതിനെ വെള്ളം ഇളക്കി മറിക്കും. അപ്പോൾ മാത്രമേ അതിൽ നിന്ന് രോഗശാന്തിക്കുള്ള ഊർജം ഉണരുകയും പ്രവഹിക്കുകയും ചെയ്യുകയുള്ളൂ എന്നതാണ് മനോഹരമായ അർത്ഥസാന്ദ്രമായ സംഭവത്തിൻ്റെ ഉള്ളടക്കമെന്ന് ദയവായി മനസ്സിലാക്കുക.
അവിടെ എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ 38 വർഷം രോഗശാന്തി കാത്തു കിടന്നിട്ട് അവന് രോഗശാന്തി ലഭിക്കാത്തത്? അവൻ പറയുന്ന ഒരു ഉത്തരമുണ്ട്, അതല്ല എന്നത്തെ സത്യം. സത്യം പറയാൻ അവനെ കൊണ്ട് കഴിയുകയില്ല. അവൻ പറയുന്നു, വെള്ളം ഇളക്കും, ദൂതൻ വന്ന് വെള്ളം ഇളക്കുമ്പോൾ എന്നെ അതിൻ്റെ കൊണ്ട് ഇടാനായിട്ട് എനിക്കാരുമില്ല. അതല്ല എന്നത്തെ പ്രശ്നം. അവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇളക്കത്തോട് അവന് ദേഷ്യമാണ്, അത് സ്വീകരിപ്പാൻ അവന് മനസ്സില്ല. അതുകൊണ്ടാണ് 38 വർഷം ഒരേ ചിതൽപുറ്റ് പോലെ ഒരേ ഇരിപ്പിരുന്ന് പോയത്. അസ്വസ്ഥത ആവശ്യമാണ്. നമ്മളിപ്പോഴായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി നമുക്ക് അസ്വസ്ഥത തോന്നുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും മുൻപോട്ട് പോകുകയില്ല. അതുകൊണ്ടാണ് കംപ്ലൈസൻസി ഈസ് ദ ഫോർമോസ്റ്റ് എനിമി ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. കംപ്ലൈസൻസി, ഞാനിപ്പോൾ ഇരിക്കുന്ന എനിക്ക് എല്ലാം മതിയായി. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ധനികനായ ഒരു മണ്ടന്റെ കഥ പറയുന്നുണ്ട്. അവന് ധാന്യമൊക്കെ വർദ്ധിച്ചപ്പോൾ, അവൻ്റെ ധാന്യപ്പിലൊക്കെ നിറഞ്ഞപ്പോൾ അവൻ ഒറ്റ ഇരിപ്പിരുന്നു. എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഒറ്റ ഇരിപ്പ്, ഒരനക്കവുമില്ല, ഒരു ഇരിപ്പാണ്, ഇരുന്ന് ചത്തുപോയി. ഇതാണ് അതിനകത്തെ അർത്ഥം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യാതൊരുവിധ വ്യത്യാസവും എനിക്കിനി സ്വീകാര്യമല്ല. എൻ്റെ അവസ്ഥ അതുപോലെ നിന്നാൽ മതി. അത് ജീവന്റെയും ചരിത്രത്തിൻ്റെയും പ്രകൃതിയുടെയും നിയമത്തിന് വിരുദ്ധമാണ്. അത് മരണത്തിൻ്റെ മർമ്മമാണ്. അങ്ങനെ ഒരവസ്ഥയിലും അതിൽ അള്ളിപ്പിടിച്ച് നിൽക്കാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. പക്ഷെ അങ്ങനെയാണ് നാം പരിശീലിപ്പിക്കപ്പെടുന്നത്, അങ്ങനെയാണ് നാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് മരണത്തിൻ്റെ മർമ്മമാണ് നമ്മെ അടക്കി ഭരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പുതിയ നിയമത്തിൽ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് സന്ദേശിലെ സഭയ്ക്ക് പറ്റിയ പ്രശ്നം ഇതാണ്. യാതൊരു വിധത്തിലുള്ള ഈ അസ്വസ്ഥതയും സ്വീകാര്യമല്ല. ഒന്നിനെ പറ്റി എനിക്ക് അസ്വസ്ഥത വേണ്ട, എനിക്ക് ആശ്വാസം മാത്രം മതി. എനിക്ക് ഒരനക്കവും സ്വീകാര്യമല്ല. ഞാൻ ഇരിക്കുന്നിടത്തോട്ട് ഒരു ഇഞ്ച്, ഒരു സെന്റിമീറ്റർ, ഒരു മില്ലിമീറ്റർ ഞാൻ അങ്ങോട്ട് പോകത്തില്ല, ഇങ്ങോട്ട് പോകത്തില്ല. ഒറ്റ ഇരിപ്പാണ്. എൻ്റെ കസേര ആരും അനക്കരുത് എന്ന് പറയുമ്പോൾ നീ ശവമായിത്തീരും, നീ ഒരു ശവപ്പെട്ടിയിൽ കിടന്നാൽ മതി എന്നതാണ് സർവീസിലെ സഭയ്ക്ക് കൊടുക്കുന്ന ദൂത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ദൂതൻ വെള്ളമനക്കുമ്പോൾ എന്നെ കുളത്തിലെറിയാൻ ആരുമില്ല എന്ന് പറയുന്നവൻ, സത്യമായി പറഞ്ഞാൽ അവൻ പറയേണ്ടത് ഞാനൊരു മനുഷ്യനല്ല. അതുകൊണ്ടാണ് എന്താണ് ഐ എം നോട്ട്. ഈ സാധ്യത വരുമ്പോൾ അതിലേക്കൊന്ന് പ്രവേശിക്കണമെങ്കിൽ ഇരുന്നിടത്ത് നിന്ന് ഒന്ന് ഒരു വ്യത്യാസത്തിലേക്ക് മാറാനുള്ള മനസ്ഥിതി വേണ്ടേ? അതിൻ്റെ പേരാണ് മനുഷ്യൻ എന്നുള്ളത്. മനുഷ്യൻ എന്ന ആശയത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ ആ അദമ്യമായ ആഗ്രഹം ആരിലുണ്ടോ അവനാണ് മനുഷ്യൻ. ബാക്കിയുള്ളത് ഒരു മൃഗവും കല്ലും കട്ടയുമാണ്. അതില്ലാത്തവന് വെച്ചയുടെ കുളത്തിൻ്റെ കരയിൽ കിടന്നാലും സന്ദർഭം വരുമ്പോൾ മാറ്റത്തോട് ഉള്ളിൽ ഭയവും അതൃപ്തിയുള്ളവൻ എങ്ങനെയാണ് അതിലോട്ട് ചാടുന്നത്? ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പോകാൻ പോയാത്തവൻ എങ്ങനെയാണ് കുളത്തിലോട്ട് ചാടുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ അവസ്ഥ ഇതാണ്. 38 വർഷമായിട്ട് ഒരു ഒറ്റ കിടപ്പാണ്, അല്ലെ ഒറ്റ ഇരിപ്പാണ്. ദയവായി ഇത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ 20, 30, 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എന്തവസ്ഥയായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ അവസ്ഥ. പക്ഷേ ദൈവം എന്ത് പറയുന്നു? കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുമെന്നാണ് പറയുന്നത്. കണ്ടാലും ഞാൻ സകലത് മുഴുവനും ശവപ്പെട്ടിയിലിട്ട് ആണി അടിച്ചങ്ങടെ തരുമെന്നല്ലേ ദൈവം പറയുന്നത്. കണ്ടാലും ഞാൻ സകലവും പുതുതാക്കും. നമ്മൾ പുതുമയ്ക്ക് വേണ്ടി, ഉണർവിന് വേണ്ടി, റിന്യൂവലിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ റിന്യൂവൽ നമുക്ക് സ്വീകാര്യമേ അല്ല. നമ്മുടെ പ്രാർത്ഥന തന്നെ നാം നമ്മെ തന്നെ വഞ്ചിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. പോട്ടെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് നാം അന്ധരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം, ആ തിരിച്ചറിവിൽ കൂടെ മാത്രമേ നമ്മുടെ ആത്മീയമായ യാത്ര ആരംഭിക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ നാം ഇപ്പോൾ ആശ്ലേഷിച്ച് തള്ളിപ്പിടിച്ച് നിർത്തിയിരിക്കുന്ന നമ്മുടെ അന്ധത തിരിച്ചറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ കണ്ണ് തുറക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിപ്പാനോ പ്രാർത്ഥിപ്പാനോ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു
അന്ധനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് കാണണം, എൻ്റെ കണ്ണ് തുറക്കണം എന്ന് പറയുന്നു. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. എന്നാൽ നമ്മുടെ അന്ധത ആ മനുഷ്യന്റെ അന്ധത പോലെയല്ല. അവൻ ശാരീരികമായ അന്ധതയിലായിരുന്നു. പക്ഷെ നമ്മുടെ അന്ധതയോ ആത്മീയമാണ്. അതിൻ്റെ മൂല കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നാം ആചരിച്ചതും അറിഞ്ഞതും അതുപോലെ മാത്രം യാന്ത്രികമായ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് വിശ്വസ്തത എന്ന നമ്മുടെ ആത്മഹത്യാ തുല്യമായ ഈ തെറ്റിദ്ധാരണയാണ്. ഇപ്പോ യേശു അന്ന് യഹൂദന്മാർ അവരുടെ താരിപ്പനുസരിച്ച് എന്തിനെപ്പറ്റിയൊക്കെ അന്ധരായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിനെപ്പറ്റി കണ്ണു തുറക്കുവാൻ ധൈര്യം കാട്ടിയവനാണ്. അങ്ങനെ കണ്ണു തുറക്കുമ്പോൾ തങ്ങളിൽ മാത്രമല്ല മറ്റുള്ളവരിൽ ദൈവികമായ നന്മയുടെ സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം. എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം അത്ഭുതം തോന്നിയിട്ടുള്ള, നിരാശയും തോന്നിയിട്ടുള്ള കാര്യം, മറ്റുള്ളവരിൽ നന്മയുടെ കണികയില്ല എന്ന് പറയുന്നതിന് ക്രിസ്ത്യാനിക്ക് എന്തോ ഒരു വലിയ സന്തോഷമാണ്. അത് രോഗമാണ്, ഒന്നാന്തരം രോഗമാണ്. അത് ലോകപരിചയമില്ലാത്തത് കൊണ്ടും മറ്റാരുമായി സഹകരിക്കാത്തത് കൊണ്ടും മറ്റുള്ളവരുടെ നന്മ കാണാൻ കഴിയാതെ നമ്മുടെ കണ്ണ് ഇറുക്കി അടച്ചിരിക്കുന്നത് കൊണ്ടും അനുഭവ ദാരിദ്ര്യം കൊണ്ടുമാണ്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവകൃപയാൽ ഈ ഇട്ടാവട്ടത്തിൽ നിന്ന് ഇറങ്ങി വിശാലമായ ലോകത്തിൽ മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി എല്ലാവരും ദൈവമക്കളാണ് എന്നും അവരറിഞ്ഞും അറിയാതെയും ദൈവികമായ വെളിച്ചമുള്ളിൽ കാത്തു സൂക്ഷിക്കുന്നവരാണ്, അവരിലും നന്മയുടെ സാധ്യതയുണ്ട്, ക്രിസ്ത്യാനിക്ക് ഒന്നിൻ്റെയും മൊണോപ്പൊളി ഇല്ല എന്ന് തിരിച്ചറിയുവാനും അതിൽ കൂടെ കുറച്ചുകൂടെ സൗമ്യതയോടെ മറ്റുള്ളവരോട് സഹകരിപ്പാനും എനിക്കിടയായിട്ടുണ്ട്. അതിൻ്റെ ജീവിതത്തിലെ വലിയൊരു സമ്പത്താണ് എന്ന് നിസ്സങ്കോചം പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ അന്ധകാരത്തിൻ്റെ അന്ധതയുടെ ബ്ലൈൻഡ്നെസ്, അന്ധതയുടെ മറ്റൊരു വശം ഞാൻ പറയട്ടെ. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ്. ഇത് ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുൻപ് ആഥൻസിൽ ജീവിച്ചിരുന്ന ഹെരാക്ലൈറ്റസ് എന്ന് പറഞ്ഞൊരു ഫിലോസഫറുണ്ട്. എനിക്ക് വളരെ താല്പര്യമുള്ളൊരു ഫിലോസഫറാണ് ഹെരാക്ലൈറ്റസ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ജീവന്റെ ഊർജം ഉള്ള ഒന്നിനെയും കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഭൗതികമായ വസ്തുക്കളെ മാത്രമാണ്, മെറ്റീരിയൽ ഓബ്ജക്ട്സ്, തിങ്സ്. ജീവനില്ലാത്തതിനെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. ജീവൻ ഊർജമാണ്. ലൈഫ് ഈസ് എനർജി. എനർജി, ഊർജത്തെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ ജീവന്റെ മർമ്മങ്ങൾ കണ്ണുകൊണ്ട് കാണാവുന്നതല്ല. അതായത് ശരീരത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാവുന്നതല്ല. അത് കാണണമെങ്കിൽ ആത്മാവിൻ്റെ കണ്ണ് തുറക്കണം. അത് ഹിന്ദു മതത്തിലുമുണ്ട്. ശിവന്റെ 3ാമത്തെ കണ്ണ്, ദ തേർഡ് ഐ, അതിൽ കൂടെ മാത്രമേ ഇങ്ങനെയുള്ള സത്യങ്ങൾ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഹിന്ദുമതം തിരിച്ചറിഞ്ഞിരുന്നു. അതുപോലെ മനോഹരമായ തിരിച്ചറിവാണ്. അതുകൊണ്ട് ഊർജത്തിൻ്റെ എല്ലാ ഓൾ ഫോംസ് ഓഫ് എനർജി ആർ ഇൻവിസിബിൾ. കണ്ണോട് കാണാൻ സാധിക്കുകയില്ല. ഇപ്പം നമുക്ക് നമ്മുടെ ശരീരത്തെ കാണാം, നമ്മുടെ ആത്മാവിനെ കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ മനസ്സിനെ കാണാൻ സാധിക്കുന്നില്ല, പിന്നെ ആത്മാവിന്. അപ്പം അതുകൊണ്ട് ഹെരാക്ലൈറ്റസ് പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഭൗതികമായ വസ്തുക്കൾ മാത്രമാണ്. അപ്പം നമ്മുടെ കാഴ്ച എത്ര പരിമിതമാണ് എന്ന് പറഞ്ഞാൽ, ആത്മീയമായ കാര്യങ്ങളിൽ വരുമ്പോൾ നാം അന്ധരാണ് എന്ന് നാം തിരിച്ചറിയണം. ഇതറിയാതെ നാം ലോകത്തിലെ എല്ലാ അറിവിൻ്റെയും, ഇന്നത്തെയും നാളത്തെയും വരാൻ പോകുന്ന ലോകത്തിലെ എല്ലാ അറിവിൻ്റെയും എൻസൈക്ലോപീഡിയ ആണെന്ന് യാതൊരു ബോധവുമില്ലാതെ ധരിച്ച് മറ്റുള്ളവരുടെ മേൽ പുച്ഛിച്ചിങ്ങനെ കഴിയുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് യേശു പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ഞാൻ അന്ധന്മാരുടെ കണ്ണ് തുറക്കാൻ വന്നവരാണ്. എല്ലാവരും അന്ധന്മാരാണ്. ഏത് തരത്തിലാണ്? ആത്മീയമായ അന്ധരാണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ജീവന്റെ മർമ്മങ്ങളെ കാണാൻ കഴിയാത്ത വിധം നിങ്ങളുടെ കണ്ണ് അന്ധതയുള്ളതാണ്, അന്ധത നിറഞ്ഞതാണ്.
വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവന്റെ മർമ്മത്തെ കാണാനുള്ള കണ്ണിന്റെ പേരാണ് വിശ്വാസം. ട്രൂ ഫെയ്ത്ത് ഈസ് ദി ഐ ദാറ്റ് സീസ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ജീവന്റെ ഊർജം, ആ കണ്ണ് യേശുവിനുണ്ടായിരുന്നു. ആ കണ്ണ് നമ്മളിലും ഉണ്ടാകണം. ഇപ്പൊ നമ്മുടെ മതപരമായി നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഭൗതികമായി, അതായത് നമ്മുടെ ശരീരത്തിന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് എന്താണ്? ഭൗതികമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് വലിയ മനോഹരമായ വലിയ പള്ളി ഉണ്ടാക്കിയാൽ അതിനകത്ത് ദൈവമുണ്ട്, യേശു അവിടെ സന്തോഷിച്ചിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. പിന്നെ ബിഷപ്പ് ധരിക്കാൻ വലിയൊരു കത്തീഡ്ര, ഒരു വലിയ കസേര ഉണ്ടാക്കി വെച്ച് പിന്നെ ബിഷപ്പ് ന്യാംശോടിയൊക്കെ ഇങ്ങനെ പിടിച്ചതെല്ലാം ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് മാത്രം ആവിഷ്കരിക്കുക. ഈ ഭൗതികമായ കാര്യങ്ങളിൽ ജീവന്റെ മർമ്മമില്ല എന്നത് ക്രിസ്തുവിന് മുൻപ് 500 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹെറാക്ലൈറ്റിസ് എന്ന് പറയുന്ന ഫിലോസഫർ പറഞ്ഞിരുന്നു. യേശുവിന്റെ സങ്കല്പവും അത് തന്നെയാണ്. അത് സുവിശേഷങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ആത്മാവിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കത്തക്കവണ്ണം നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണ് തുറക്കണം. ഞാൻ കുരുടന്മാരുടെ കണ്ണ് തുറക്കാൻ വന്നതാണ്. അത് ആത്മീയമായ പ്രസ്താവനയാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാവുന്നതും നമുക്ക് കാണാൻ താല്പര്യമുള്ളത്, ഇതുവരെ പരിചയിച്ചത്, ഭൗതികമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്, നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന കാര്യങ്ങൾ, ഇങ്ങനെ വളരെ ഏറ്റവും പരിമിതമായ സങ്കുചിതമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെയും താല്പര്യങ്ങളുടെയും പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഒരു സാഹചര്യത്തിലായാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ചെറുപ്പം, നിങ്ങളുടെ താല്പര്യങ്ങളുടെ അല്പത്തരം അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അതിനെ കാണാനോ മനസ്സിലാക്കാനോ സാധിക്കുകയുള്ളൂ. നിങ്ങൾ വളർന്നു കഴിയുമ്പോൾ, നിങ്ങൾ ആന്തരികമായ മാഹാത്മ്യം പ്രാപിക്കുമ്പോൾ, നിങ്ങൾ അതേ അവസ്ഥയെ വളരെ വ്യത്യസ്തമായി കാണുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുമെന്നത് വളരെ പ്രകടമായ സത്യമല്ലേ? കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, അതായത് അഗോചരമായ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവന്റെ മർമ്മങ്ങളെ കൂടെ കണ്ടിട്ട് അതും കൂടെ കൂട്ടിച്ചേർത്തിട്ട് വേണം നാം ആയിരിക്കുന്ന ഈ ലോകത്തിൻ്റെ അവസ്ഥകളെ പൂരിപ്പിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന തിരിച്ചറിവിൽ കൂടെ മാത്രമാണ് നമ്മുടെ ആത്മീയമായ യാത്ര ആരംഭിക്കുന്നത്. അതുവരെ നാം ഒന്നും ആരംഭിക്കുന്നില്ല. നാം വലിയ വിശ്വാസികളാണ്, നമുക്ക് വിശ്വാസമുണ്ടെന്നൊക്കെ പറയുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നൊക്കെ പറയുന്നെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരിക്കൽ പോലും അന്വേഷിക്കാതെ കാണുന്ന കാര്യങ്ങളെ മാത്രം അള്ളിപ്പിടിച്ച് അതിൽ മാത്രം പ്രത്യാശ വെച്ച്, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിൽ വരുവാനുള്ള ലോകത്ത് നിത്യജീവൻ പ്രാപിക്കാനായി കടന്നു വന്ന യുവാവിനെ പോലെ, എന്തുകൊണ്ട് യേശു അവനോട് നിന്റെ സ്വത്തൊക്കെ വിൽക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ പരിമിതി ഇതായിരുന്നു. കാണുന്ന കാര്യങ്ങളിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും രക്ഷ പ്രാപിപ്പാൻ സാധ്യമല്ല. കാണാത്തതിനെ കൂടെ കണ്ടിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ കാണുന്നതിനെ വിലയിരുത്തുന്നവനാണ് വിശ്വാസി എന്ന് നിങ്ങളെ ആരും പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല, ബോധ്യപ്പെടുത്തിയിട്ടില്ല. അതറിയാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ ചുവട് നമുക്ക് വെക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള തിരിച്ചറിവില്ലാത്ത അവസ്ഥ മരിച്ച അവസ്ഥയാണ്. നാം യഥാർത്ഥത്തിൽ ചലിക്കുന്ന ശവങ്ങളാണ്. ആ സർദീസിലെ സഭയുടെ അവസ്ഥയാണ് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ. ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവൻ തന്നെയാണ്. യു ഹാവ് ദ നെയിം ഓഫ് ബീയിങ് അലൈവ് ബട്ട് യു ആർ ഡെഡ്. ആ അവസ്ഥയിലാണ് നാം. അത് തിരിച്ചറിയുമ്പോൾ ഇതിൽ നിന്ന്, അതാണ് ആത്മാവിൽ ദരിദ്രരായവർ, നമ്മുടെ അവസ്ഥ ഇതാണെന്ന് തിരിച്ചറിയുന്നതാണ് ആത്മാവിൻ്റെ ദാരിദ്ര്യം. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ. കാരണം എന്താണ്? അങ്ങനെ തിരിച്ചറിയുമ്പോൾ, അയ്യോ ഇതായിരുന്നില്ലല്ലോ എനിക്ക് വേണ്ടി ദൈവം കരുതിയ അവസ്ഥ, ഇതെനിക്ക് പറ്റുന്ന അവസ്ഥയല്ല, എനിക്കൊന്ന് രക്ഷപ്പെടണം, എനിക്ക് മുൻപോട്ട് പോകണം, എൻ്റെ കണ്ണു തുറക്കണം എന്ന് ഭർത്യമായി പറയുന്നത് പോലെ നാം ഒരു വലിയ ആവേശം അനുഭവിക്കും. എപ്രകാരം ശമര്യക്കാരി സ്ത്രീ അവളുടെ കൂടം അവിടെ ഇട്ട് ഓടിപ്പോയി, അവൾ പുതിയൊരവസ്ഥയിലേക്ക് പ്രവേശിച്ചു. അപ്രകാരം ഒരു പുതിയ അവസ്ഥയിലേക്ക് മുന്നേറുവാൻ, പഴയ അവളുടെ അവസ്ഥ പരിപൂർണമായി ഉപേക്ഷിച്ചിട്ട് പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനും അതിൽ മുന്നേറുവാനും അതിൻ്റേതായ അനുഭവങ്ങൾ, അതിൻ്റേതായ സാധ്യതകൾ ആഘോഷിക്കുവാനും ഇടയാകുകയുള്ളൂ എന്ന്
സൂചിപ്പിച്ചുകൊണ്ടും യേശുവിനെ പറ്റി ഇടർച്ച അനുഭവിക്കുന്നവരാണ് നാം ഇന്നും. അതിൻ്റെ കാരണം ഇതാണ്, യേശുവിൻ്റെ ദർശനവും നമ്മുടെ ദർശനവും തമ്മിൽ ഒരു വിധത്തിലും പൊരുത്തപ്പെടുകയില്ല. കാരണം യേശുവിൻ്റെ ദർശനത്തിൽ കാണാൻ സാധിക്കുന്നതും കാണാൻ സാധിക്കാത്തതുമായ ഗോചരവും അഗോചരവുമായ മർമ്മങ്ങളുടെ, ജീവന്റെയും ഈ ഭൗതികമായ നിർജ്ജയമായ അവസ്ഥകളുടെയും ആകത്തുകയുള്ള കൂടെ വെളിപ്പെട്ടു വരുന്ന സത്യങ്ങളും സാധ്യതകളും ഉൾപ്പെടുത്തിയുള്ള സമഗ്രമായ ആത്മീയ ദർശനത്തിൻ്റെ ഉടമയാണ്, വ്യക്തിത്വമാണ് യേശുവിൻ്റേത്. അതിന് ഘടകവിരുദ്ധമായ അവസ്ഥയിലാണ് നാം വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ സ്ഥിതി ചെയ്യുന്നത് എന്ന സത്യമെങ്കിലും മനസ്സിലാക്കാൻ, അങ്ങനെ മനസ്സിലാക്കുന്നതിൽ കൂടെ ആത്മാവിൻ്റെ ദാരിദ്ര്യം അനുഭവിച്ചിട്ട് നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ വിരുന്ന് അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് മുന്നേറുവാൻ ഇടയാകട്ടെ എന്ന് ആശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും നമസ്കാരം.